ഹൈ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, ശരിക്ക് ഞാനിങ്ങോട്ട് നടന്നു കയറുമ്പോൾ എൻ്റെ എൻ്റെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്, ഇത് പെട്ടെന്ന് ഒരു മാർക്കിടൊന്നുമല്ല, ആ എന്ന് എഴുതിയ സാധനം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് തന്നെ. അതിൻ്റെ മിനിയേച്ചർ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അത് ഒരിക്കലും നിങ്ങളുടെ ഈ മൊത്തത്തിലുള്ള ഒരു മാർക്കിനെ അപേക്ഷയല്ല ഞാൻ പറയുന്നത്, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തെന്നാണ് പറയുന്നത്. നിങ്ങൾ സിവില് ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ അധ്യാപക കൂട്ടം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ക്, വലിയ ഭാഗ്യങ്ങളൊന്നാണത്. അക്കാഡമിക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അക്കാഡമിക്കായിട്ടുള്ള യോഗ്യതകളൊന്നും പലപ്പോഴും ജോബിന് തടസ്സമാവാറില്ല, ജോബിന് പ്രശസ്തിക്കും തടസ്സമാവാറില്ല. അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ അങ്ങ് പറഞ്ഞുതരാം, അതിൻ്റെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുതരാം. ഞാനൊക്കെ 98 ബാച്ചിൽ SLC കഴിഞ്ഞ് PDC കഴിഞ്ഞ് അങ്ങനെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്താൽ മതി. ആ സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ വെറുതെ ജസ്റ്റ് മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കണ്ട ഭാഷകളൊക്കെ ഇങ്ങനെ ഭാഷകൾ പഠിക്കും. ഇഷ്ടം കൊണ്ടാണ്, വെറുതെ ജസ്റ്റ് ഇഷ്ടം കൊണ്ട്. ആ സമയത്ത് റുഷ്ക് എന്നൊരു ലാംഗ്വേജ് ഉണ്ട്, അറിയോ? റുഷ്ക് എന്ന ലാംഗ്വേജ് അറിയോ? റുഷ്ക് എന്ന് പറയുന്ന ലാംഗ്വേജ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ റുഷ്കാണ്, റഷ്യൻ ഭാഷയാണത്. നമ്മളെ ഇന്ത്യയിൽ ബ്രിട്ടൻ വന്ന് ഇവിടെ കോളനി ആക്കിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് ഒരു മെജോറിറ്റി ലാംഗ്വേജ് ആയത്. നമ്മുടെ ഭരണഘടനയും ഭാഷയും ഒക്കെ ഇംഗ്ലീഷ് ആയത് ബ്രിട്ടൻ ഇവിടെ കോളനി ആക്കിയതുകൊണ്ട് മാത്രമാണ്. യൂറോപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. അവിടെ റുഷ്ക്, ഫ്രഞ്ച് അല്ലെങ്കിൽ ഇറ്റാലിയൻ അങ്ങനെയുള്ള ലാംഗ്വേജസാണ് കുറച്ചും കൂടി കുറച്ച് മെജോറിറ്റിയിൽ നിൽക്കുന്നത്. ഇംഗ്ലീഷ് അതിൻ്റെ ഒക്കെ താഴെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, റഷ്യയിലൊക്കെ പോയി നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ വാട്ടർ 1 2 3 4 ഒന്നും പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അത് അവരുടെ ലാംഗ്വേജിൽ തന്നെ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. 1 2 3 4 പോലും അവർക്കറിയില്ല. ബ്രിട്ടൻ ഇവിടെ ഭരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ അങ്ങനെ ആയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റുഷ്കിൻ്റെ ഒന്നോണ്ട് വാക്കുകൾ ഇങ്ങനെ പഠിച്ചു വെക്കും. അങ്ങനെ അവിടെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ വരിക ചെയ്ത്. ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്ന സമയത്ത് ബോയിഗസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്കറിയാം, എനിക്കൊരിക്കലും കിട്ടാൻ സാധ്യതയില്ലല്ലോ. കാരണം നമ്മുടെ ബാച്ചിൽ എല്ലാം നന്നായി പഠിക്കുന്ന മിടുക്കന്മാരാണ്, ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും 100-ാമനോ 110-ാമനോ അങ്ങനെ സ്ഥാനത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത് ആ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ. എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിണ്ടാവും, ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലായിണ്ടാവും. ആ സമയത്ത് എനിക്ക് അവർ കണ്ടപ്പോൾ റഷ്യൻസ് ആണല്ലോ. അപ്പോൾ ഞാൻ പഠിച്ച ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ചോദിച്ചു, സ്കൂൾ കാലിബിയ. ഞാൻ ചോദിച്ചു, സ്കൂൾ കാലിബിയ എന്ന് പറഞ്ഞാൽ സുഖാണോ എന്നാണ്. ജസ്റ്റ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു പോന്നു. പക്ഷെ അവരെ ഉള്ളിൽ ആ സ്പാർക്ക് ചെയ്തത്, അവരെന്ന് വിചാരിച്ച് റഷ്യൻ ലാംഗ്വേജ് ഒരു കുട്ടിയെ ഞങ്ങളോട് സംസാരിച്ചു, അതങ്ങനെയാണ് അവർക്ക് സ്പാർക്ക് ചെയ്തത്. അതുകൊണ്ടായിരിക്കണം അവരെന്നെ മാർക്ക് ചെയ്തു. ഏറെക്കാലം ഞാൻ പാരീസിലും റഷ്യയിലൊക്കെ യൂറോപ്പിലും ഏറെക്കാലം ജോലി ചെയ്തു. അത് കഴിഞ്ഞ ശേഷം 15 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ സിഗ്നേച്ചർ എന്ന ഒരു ഫാം ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഇന്ത്യൻ ഡിസൈൻ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്ഥാപനത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന കിയാസ്കോ ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് ഞങ്ങളുടെ കമ്പനി നിർമ്മിച്ചാണ്. ഇവിടെ മലപ്പുറത്തുള്ള ഒരുവിധം പ്ലാൻ കഫേ കേട്ടിട്ടുണ്ടോ? പ്ലാൻ കഫേ ഞാൻ ഡിസൈൻ ചെയ്ത് ഞങ്ങൾ നിർമ്മിച്ചതാണ്, ഞങ്ങളുടെ കമ്പനിയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇൻബോൺ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും, എനിക്കറിയാം ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ ഉള്ളിൽ, ഇപ്പം ഈ കുട്ടീൻ്റെ ഉള്ളിലല്ല നിങ്ങളുടെ ഉള്ളിലുണ്ടാവുക, നിങ്ങളുടെ ഉള്ളിലല്ല അയാളുടെ ഉള്ളിലുണ്ടാവുക, ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. ആ സ്പാർക്കിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ചില ആളുകൾക്ക് വരയ്ക്കാനായിരിക്കും താല്പര്യം, പാടാനായിരിക്കും താല്പര്യം, എഴുതാനായിരിക്കും താല്പര്യം, സംസാരിക്കാനായിരിക്കും താല്പര്യം. എന്തിനാണെങ്കിലും ഇൻഡിവിജ്വലി നമ്മളെ വിലയിരുത്തുക, എന്നിട്ട് നമുക്ക് എന്തുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അവിടെ നിന്നിട്ട് വേണം നിങ്ങളുടെ പ്രൊഫഷൻ അങ്ങനെയാണ് തീരുമാനിക്കപ്പെടേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ ഇയാൾ നന്നായി മിനിയേച്ചർ ചെയ്യുന്നു വിചാരിച്ച് ഞാനും നാളെ മിനിയേച്ചർ ഉണ്ടാക്കാൻ മെനക്കെടരുത്. കാരണം അയാളുടെ ഇൻബോൺ ആയിട്ട് കഴിവാണത്. ഇപ്പം നിങ്ങൾ ഈ ചെയ്ത് വെച്ച സാധനങ്ങൾ കണ്ടാലോ, നിങ്ങളുള്ളിൽ ഇൻബോണായിട്ട് ഇത് പലരും പല വിരലുകൾ കൊണ്ട് ചെയ്തായിരിക്കും തീർച്ചയായിട്ടും. ആ ചെയ്യലിൽ പലർക്കും പല കഴിവായിരിക്കും, നിങ്ങൾക്ക് മാത്രം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയുക അല്ലേ? ഈ മിനിയേച്ചർ ഉണ്ടാക്കിയപ്പോൾ ഒരാളുണ്ടാക്കിയതല്ലല്ലോ, ഒരു കൂട്ടാളുകൾ ഉണ്ടാക്കിയതല്ലേ. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം. അതിലായിരിക്കണം നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ച് പുറത്ത് ഇറങ്ങിയാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്ന എന്തെങ്കിലും സ്പാർക്കുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കയറുക. കാരണം നമ്മളെ മുൻപിൽ വരുന്നൊരു ക്ലയൻറ്റാണ്.
ഇത് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞു വരുന്നൊരു ക്ലയൻറ്റാണ്. ആ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മളെ കയ്യിൽ വേണം. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെടാത്ത ഒന്നായിരിക്കും തീർച്ചയായിട്ടും. അത് നമ്മൾ ഇൻബോണായിട്ട് നമ്മൾ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നേ വേണം ഓരോരുത്തരും. കാരണം നമുക്ക് ലൈഫ് വിജയിച്ച് എടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ആ ഡെവലപ്പ് നോക്കൂ. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എല്ലാം കേരളത്തിലെ സ്റ്റേറ്റ് പ്രഖ്യാപിക്കുന്ന എല്ലാ അവാർഡുകളും നിർമ്മിക്കുന്നതും ഡിസൈൻ ചെയ്ത് ഞാനാണ്. അത് OVJM പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നോക്കൂ. അതിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ ഉള്ളിൽ ആ സാധനം ഉള്ളതുകൊണ്ടല്ല, ഞാനത് വളരെ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്താണ്. വയനോട് എന്തുകൊണ്ടാണ് എൻ്റെ ഡിസൈൻ കമ്പനിയും അതും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾക്ക് സംശയം തോന്നും. എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ അച്ഛനമ്മമാരോട് ചോദിക്കാറുണ്ട്, നിനക്ക് അങ്ങനെ ചോദിക്കവരെ, നിനക്ക് തെറ്റ് നടന്നാൽ പോലെ എന്തിനാ ചാണ്ടൂടെ കിടന്ന് ഓടുന്നത്. പക്ഷെ അവിടെയാണ് നമ്മുടെ മാർക്കറ്റ് കിടക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ മാർക്കറ്റ് തിരഞ്ഞു പോകുന്ന ശൈലിയാണത്. മനസ്സിലായത് ഞാൻ പറഞ്ഞത്? അവിടെ നിന്നിട്ടാണ് നമുക്ക് നമ്മൾ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അവിടെ നിൽക്കുന്ന നമ്മൾക്ക് ഒരു പക്ഷേ ഏണിങ്സ് അങ്ങനെയൊന്നും പൈസ കുറച്ച് കുറവൊക്കെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ടും അവിടെ നിന്ന് നമുക്കൊരു 10 ക്ലയൻറ്റിനെ കിട്ടും നമ്മുടെ കമ്പനിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ പ്രതിഭയിലേക്ക് ഒരു 10 പേരെ കിട്ടും. അങ്ങനെ വേണം നമ്മുടെ ഇൻഡിവിജ്വലി നമ്മൾ ഓരോരുത്തരും ഡെവലപ്പ് ആവേണ്ടത്. ചില ആളുകൾക്ക് ഫാമിനോടാവും താല്പര്യം, സ്വന്തമായിട്ട് ഒരു ഫാം ഡെവലപ്പ് ചെയ്യണം, സ്വന്തം ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യണം, വർക്കേഴ്സിനെ ലീഡിങ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ താല്പര്യം ഉണ്ടാവുക. ചില ആൾക്ക് ഇൻഡിവിജ്വലി വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. അത് എന്താണ് നമുക്ക് പാഷൻ എന്നുള്ളത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മളുള്ളിൽ ഡിസൈഡ് ചെയ്യണം. ആ ഡിസൈഡിനനുസരിച്ചിരിക്കും നമ്മുടെ റൂട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഡിസൈനർ ആവണം എന്ന് വിചാരിക്കുന്ന ആൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യേണ്ടത് അറിയോ? വലിയ കമ്പനികളിലെ വലിയ ഡിസൈനർ ആകാൻ ശ്രമിക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു കമ്പനിയിലും ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ബോയ്ഗസ് ഇൻ്റർനാഷണൽ കമ്പനിയിലേക്ക് ഞാൻ ഫസ്റ്റ് കാലെടുത്ത് വെക്കുമ്പോൾ അവർ എന്നോട് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. എന്താ ചെയ്തത്? ഒരു ടാസ്ക് എനിക്ക് തന്നു, ഒരു വർക്ക് എനിക്ക് തന്നു. ആ വർക്ക് ചെയ്തിട്ട് വാ, ഒരാഴ്ച കഴിഞ്ഞു. ആ വർക്ക് നമ്മൾ കൃത്യമായി ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റോ പരിശോധിച്ച ശേഷം മാത്രമാണ് നമ്മളവിടെ അപ്പോയിൻമെൻ്റ് ആക്കുന്നത്, നമുക്കൊരു സാലറി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ എന്തിനൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? നോക്കൂ, ബുർജ് ഖലീഫ ചെയ്തത് ബോയ്ഗസ് ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ബുർജ് ഖലീഫ എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്, അതിൻ്റെ ഉയരം എത്രയാണ്, അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി ആവേണ്ടതുണ്ട്. അവരെ ഇമ്പ്രസ് ചെയ്യിക്കാണോ നമ്മൾ ഉദ്ദേശം? ഫാമാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ടീമിനെ എങ്ങനെയാണ് നമ്മൾ നയിക്കേണ്ടത്, എങ്ങനെയാണ് ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടത്, ഒരാളുടെ ഉള്ളിൽ ഇൻബോണായിട്ട് എന്തെല്ലാം കിടക്കുന്നുണ്ട്, അത് എങ്ങനെ ആഴത്തിൽ പഠിച്ചെടുക്കാം, എങ്ങനെയാണത് നമുക്കത് ഇൻകമായിട്ട് എങ്ങനെ അത് തിരിച്ചു വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഒരു ടീമിനെയാണോ നയിക്കേണ്ടത്? നോക്കൂ, ചെറിയൊരു കാര്യം തന്നെ പറയാം. ഇപ്പോൾ കിയാസ്കോ, നിങ്ങൾക്ക് ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്ക് ആ ജോബ് തന്ന് എന്നോട് പറഞ്ഞ് അതിൻ്റെ ഉദ്ഘാടന സെക്ഷൻ ഫിക്സ് ചെയ്ത ശേഷം 4 ബിൽഡിങ്ങാണ് അവർ നമുക്ക് തരുന്നത്, ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു 42 ദിവസം ആണ് അവർ നമുക്ക് തരുന്നതെങ്കിൽ നമ്മളെന്താ ചിന്തിക്കുന്നത്? 35 ദിവസം കൊണ്ട് എങ്ങനെയാണത് ഫിനിഷാക്കി എടുക്കേണ്ടത്? ഒരു ഫാം ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അല്ല, അതിൻ്റെ ഡിസൈൻ ആലോചിച്ചിരിക്കല്ല അവൻ ചെയ്യേണ്ടത്. അവൻ ഡിസൈൻ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ പണി പോളും. അവനെന്താ ചെയ്യേണ്ടത്? അതിമനോഹരമായി ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തണം. അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തണം. അതിലേക്ക് ഫിനാൻസ്, പൈസ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അതിമിടുക്കന്മാരായ ആൾക്കാരെ കണ്ടെത്തണം. പിന്നെ പെയിൻറ്റേഴ്സിനെയും ആശാരിമാരെയും ഇലക്ട്രീഷ്യൻസിനെയും ഏറ്റവും എക്സ്പേർട്ടുകളെ കണ്ടെത്തണം. ഇവർക്കൊക്കെ നമ്മൾ വെറുതെ നീ വാ മറ്റോ വാ എന്ന് പറഞ്ഞാലൊന്നും അവർ വരില്ല. അവരെ എങ്ങനെയാണ് ഈ ഫാമിലിയിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കേണ്ടത്? സ്വന്തമായിട്ട് ഓരോരുത്തർക്കും എൻ്റെ വർക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവരെ ചെയ്തെടുക്കലാണ് ഒരു ഫാം ലീഡിങ് എന്ന് പറയുമ്പോൾ ഒരാൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഞാൻ എന്താണ് ആവേണ്ടത്? എനിക്കറിയാം നിങ്ങൾ എത്തിയിരിക്കുന്ന കൃത്യമായൊരു പോയിന്റിലാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറിയതല്ല എന്നുള്ളത് അവർ ഓഫീസിൽ വന്നിരുന്ന ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ചു. കാരണം വിഷൻ, അവർ പറയുന്ന ചില വാക്കുകളൊക്കെ വളരെ വളരെ വൈഡായിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണത്. ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ കൃത്യമായി പറയട്ടെ. ഇപ്പം നിങ്ങൾ ചെയ്ത ഈ മിനിയേച്ചർ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇത് ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു വലിയ പാർട്ടാണ്. ഒരു വലിയ പ്രൊജക്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ പ്രൊജക്റ്റ് ആയി കഴിഞ്ഞ ശേഷം
വലിയ വലിയ ആർക്കിടെക്റ്റുകളും ഡിസൈനേഴ്സും കൂടി ഇരുന്നിട്ട് ഒരാളെ ചുമതലപ്പെടുത്തും, ഇതാ ഇങ്ങനെ ഉണ്ടാക്ക്. നോക്കൂ, ബുർജ് ഖലീഫ ആദ്യമേ ഉണ്ടാക്കിയ ഒരാളുണ്ടാവും. അതൊരിക്കലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത എഞ്ചിനീയറോ കോൺട്രാക്ടറോ അല്ല, ഒരിക്കലും അത് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അയാളുടെ മനസ്സിൽ തോന്നിയ സാധനം ഡിസൈനോട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി അവർ ഡെവലപ്പ് ചെയ്യും. നോക്കൂ, അത് വലിയ ഭാഗ്യല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്കറിയാം, കേരള നിയമസഭ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരള നിയമസഭ കണ്ടിട്ടുണ്ടോ? കേരള നിയമസഭ കണ്ടിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? അതിൽ സ്പീക്കർ ഓഫീസ് തൊട്ടിട്ട് മിനിസ്റ്റേഴ്സിന് എല്ലാ ക്യാബിനും ഡിസൈൻ ചെയ്തും നിർമ്മിച്ചത് ഞാനാണ്. അപ്പം ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവർ ഉള്ളിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് തർപ്പിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അതിനൊരു സൂത്രം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ പറഞ്ഞു, ഒരു സൂത്രം കൂടി ഉണ്ട് എൻ്റെ ഇടയിൽ. ആ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരക്കെയുള്ള വായന എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഈ അടുത്ത ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം തോന്നുന്നു മഹദിൽ വെച്ച് തരുന്നൊരു പ്രോഗ്രാമിലും അവിടുത്തെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഞാൻ അതന്നെ പറഞ്ഞത്, നിങ്ങൾ ആർക്കിടെക്റ്റ് ആവട്ടെ, നിങ്ങളൊരു ഡോക്ടറാവട്ടെ, നിങ്ങൾ രാഷ്ട്രീയക്കാരനാവട്ടെ, നിങ്ങൾ എഴുത്തുകാരനാവട്ടെ, നിങ്ങൾ എന്തോ ആവട്ടെ, വായന അത് മസ്റ്റാണ്. പരക്കെയുള്ള വായന അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഇൻബോണായി ഉണ്ടാകുന്ന ഒരു വിശാലത ഉണ്ട്. എല്ലാത്തിനെ കുറിച്ചും ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നമ്മൾ ഡെവലപ്പ് ആവും എന്നുള്ള സത്യം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ ഡിസൈനേഴ്സാണ്, എനിക്കറിയാം, നിങ്ങൾ തികഞ്ഞ ഡിസൈനേഴ്സാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് എത്തണം. ഞാനൊരു മുസ്ലിം പണ്ഡിതനാണെന്ന് വിചാരിക്കുക, എനിക്കൊരു ലൈബ്രറി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ വേണ്ടേ? ഇപ്പം നിങ്ങൾക്ക് അറിയാം, മഹദിനെ അറിയോ? ഖലീൽ തങ്ങളെ അറിയോ? ഖലീൽ തങ്ങളെ എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം ഒരു ലൈബ്രറി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഒരു ലൈബ്രറിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു ഡിസൈനർ എന്നെ വിളിച്ചു. ഇപ്പോൾ ഖലീൽ തങ്ങളുണ്ട്, AP ഉസ്താദിനോട് ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാവരും ഉണ്ട്. ഒരു ലൈബ്രറിയെ കുറിച്ച് സംസാരിക്കണം. നോക്കൂ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 10 എഴുത്തുകാരെ കുറിച്ച് അറിയണ്ടേ, ഒരു 10 പുസ്തകങ്ങളെ കുറിച്ച് അറിയണ്ടേ, ഖുറാനിൽ എവിടെയാണ് ഇഖ്റ എന്നുള്ള വാക്കിനെ കുറിച്ച് അറിയണ്ടേ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഖലീൽ തങ്ങളോട് ഷേക്സ്പിയറെ കുറിച്ച് പറഞ്ഞാൽ പറ്റുമോ? ONV കുറിച്ച് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആ ബോർഡിലിരുന്ന് ഞാൻ എന്താണ് ഫസ്റ്റ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ ഇൻഫോണായ ഒരു കാര്യം വേണം. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? ഖുറാനാണല്ലോ അവരുടെ ബേസ്. ഒരു മുസ്ലിം മാനേജ്മെൻ്റാണ് ഇത്. മഹദിനും മർക്കസൊക്കെ അവർ മുസ്ലിം മാനേജ്മെൻ്റാണ്. തീർച്ചയായിട്ടും അല്ലേ? അവർ ഖുറാനിലാണ് തുടങ്ങുന്നത്, അവരുടെ ബേസ് തുടങ്ങുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഖുറാനെ കുറിച്ച് പറയാൻ നമ്മുടെ ഡിസൈൻ ഇങ്ങനെ ആവണം എന്ന് പറയാൻ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ? അതാ ഞാൻ പറഞ്ഞു, വായന ഏത് ആർക്കിടെക്റ്റ് ആണെങ്കിലും ഡിസൈനറാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും വായന ബേസാണ്. അപ്പം നോക്കൂ, അവിടെ ഇരുന്ന് ഞാൻ ഫസ്റ്റ് സംസാരിക്കുന്നത്, തങ്ങളെ നമുക്ക് ഇഖ്റ എന്ന് പറഞ്ഞൊരു വേർഡ് തുടങ്ങാം. ഇഖ്റ എന്നൊരു വേർഡ് തുടങ്ങിയ, കാരണം ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുന്ന അർത്ഥം. ഖുറാനിലെ ആദ്യത്തെ പദമാണ് ഇഖ്റ എന്ന്. മനസ്സിലായോ? ഇഖ്റ എന്നുള്ള ഖുറാനിലെ ആദ്യത്തെ പദമാണ്. അപ്പോൾ ബേസ് നമുക്ക് ഉള്ളിൽ വേണം. ഹൈറ ഉമ്മത്തി തക്മുറൂന ബിൽ മഅ്റൂഫി വതൻഹൗന അനിൽ മുൻകർ, ഇത്തരം ചില വാക്കുകൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഐ തിങ്ക് ഇതിൻ്റെ ഉള്ളിലുണ്ടത് കൃത്യമായിട്ട്. ഖലീൽ തങ്ങൾ അപ്പുറം നമുക്ക് അയാളെ ഓക്കെ ആക്കണ്ടേ? അതിനാണ് വായന വേണ്ടത്. ഇപ്പം നോക്കൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി പൊന്തുന്ന പിന്നെ എവിടെയെന്ന് നിങ്ങൾക്കറിയോ? കേരള സാഹിത്യ അക്കാദമിയിലാണ്. അവിടെ OV വിജയൻ പുരസ്കാരം ഉണ്ടാക്കണം. മന്ത്രി സജി ചേരൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, സച്ചിദാനന്ദൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, വൈശാഖൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അവരോട് ഈ സാധനം OV വിജയൻ പുരസ്കാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് OV വിജയൻ പുരസ്കാരത്തിൻ്റെ OV വിജയനെ കുറിച്ച് അറിയണ്ടേ? അയാൾ 2 പുസ്തകം വായിക്കണ്ടേ? എങ്ങനെ ആ ശില്പം ഉണ്ടാവണം, എന്തെല്ലാം അതിൽ ക്രാഫ്റ്റ് ചെയ്യണം എന്ന് പറയണ്ടേ? ഐ തിങ്ക് നിങ്ങൾക്ക് ക്രാഫ്റ്റിംഗ് മേന്മയുണ്ട്, പക്ഷെ എന്തുണ്ടാക്കണം നിങ്ങൾക്ക് അറിയില്ല. എന്തുണ്ടാക്കണം എന്നറിയണ്ടേ? ആ ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വായന വേണം. പരക്കെ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, പത്രം വായിക്കണം, കിട്ടി മുഴുവൻ വായിക്കണം. അങ്ങനെയാണ് ആക്ച്വൽ ഒരു ഡിസൈനർ ഉണ്ടാവുക. ഒരു ഡിസൈനർ അങ്ങനെ ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ ഒരു ഡിസൈനറാണ്, തീർച്ചയായും നിങ്ങൾ ഒരു കണ്ണാശുപത്രി കൊണ്ട് കാണിക്കുമ്പോൾ ഇത് ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ കണ്ണ് എന്ന് പറയുന്ന ഒരു ആശയമാണല്ലോ വരുന്നത്. അവിടെ നിന്നാണല്ലോ ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടത്, അല്ലേ? ഒരു ഡിസൈൻ സ്റ്റുഡിയോ ചെയ്യുന്ന പോലെയാണോ ഒരു ആശുപത്രി ചെയ്യേണ്ടത്? ഒരു ആശുപത്രി ചെയ്യുന്ന പോലെയാണോ ഒരു ലൈബ്രറി ചെയ്യേണ്ടത്? ഇത് രണ്ടും ചെയ്യുന്ന പോലെയാണോ ഒരു സ്കൂൾ ചെയ്യേണ്ടത്? നോക്കൂ, വർണ്ണക്കൂടാരം എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. കഴിഞ്ഞ വർഷം സിഗ്നേച്ചർ മാത്രം ചെയ്ത് 168 പ്രൊജക്റ്റാണ് ഞങ്ങൾ ചെയ്തത്. ഓരോ പ്രൊജക്റ്റും കേരള ഗവൺമെൻറ് തന്നിട്ട് 15 ലക്ഷം രൂപയാണ്. ആ പ്രൊജക്റ്റ് എടുക്കാനുള്ള എൻ്റെ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊരു ഡിസൈനർ ആയതുകൊണ്ടല്ല, ഞാൻ വരയ്ക്കുന്നുള്ളതുകൊണ്ടല്ല, ഞാൻ എഴുതുന്നുള്ളതുകൊണ്ടല്ല, ഞാൻ നല്ലൊരു വായനക്കാരനായതുകൊണ്ട് കിട്ടിയതാണ്. എനിക്കറിയാം
115 സ്കൂളുകളിൽ വർണ്ണക്കൂടാരം എന്ന പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയണം, കുട്ടികൾ 1 തൊട്ട് 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു LP സ്കൂളിൽ, പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന കുട്ടികളിൽ പഠിക്കുന്ന സ്കൂളിൽ ഓരോ കുട്ടിയും ഓരോ കുട്ടിക്കും എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, ഒരു കുട്ടി എന്തെല്ലാം തിങ്ക് ചെയ്യും, അതിന് എന്തെല്ലാം കുട്ടിയെ കിട്ടൂല എന്നുള്ളത് ഒരു പ്രൊജക്റ്റ് നമ്മൾ കേരള ഗവൺമെൻറ് മുമ്പിൽ വെക്കണം. അവിടെയാണ് വായന നമ്മൾ പ്രധാനം ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വായനയും നിങ്ങൾ സിലബസും അധ്യാപകരും ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി ചേരുമ്പോൾ മാത്രമാണ് നിങ്ങൾ വിജയങ്ങൾ ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ ചെയ്ത വെച്ച ഓരോ വർക്കും ഗംഭീരമാണെന്നുള്ള സംശയമില്ല. ഓരോ വർക്കും ഗംഭീരമാണ്. കാരണം വളരെ മൈന്യൂട്ടായി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കഴിവുണ്ട്, നിങ്ങളുള്ളിൽ ഇൻബോണായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ഞങ്ങളുടെ കാലത്ത്, എനിക്കറിയാം, എൻ്റെയൊക്കെ കാലത്തുള്ളൊരു പ്രശ്നം വെച്ചാൽ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. നമ്മളെ അവസരങ്ങൾ നമ്മളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നമ്മുടെ കയ്യിലൊന്നും സ്മാർട്ട് ഫോണുകളോ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല, വൈഡായിട്ട് സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ മേപ്പട്ടിക്ക് നോക്കിയിരുന്നിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഇന്ന് നിങ്ങളുടെ അവസ്ഥ അതല്ല. നിങ്ങൾക്കൊരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മൊബൈലിൽ നിൽക്കിയാൽ മതി. ഇനി ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സിമ്പിളായിട്ട് വരുത്താം, അല്ലേ? റെസിൻ എന്ന മെറ്റീരിയലിനെ കുറിച്ച് അറിയോ? റെസിനെ കുറിച്ച് അറിയില്ലേ? റെസിൻ ആർട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ റെസിനൊക്കെ നമുക്ക് വളരെ സിമ്പിളായി വീട്ടിൽ വരുത്താൻ പറ്റും, അല്ലേ? റെസിനൊക്കെ ഗംഭീരമായിട്ടുള്ള മാർക്കറ്റ് തരുന്നുണ്ട് നമുക്ക്, റെസിൻ പോലെ. ഇതിന് ഞാൻ നോക്കിയത്, നിങ്ങളെ ഇതുവരെ ഉപയോഗിക്കാത്ത, ഫോം ഷീറ്റ് അല്ലാതെ ഇതുവരെ ഉപയോഗിക്കാത്ത എന്ത് മെറ്റീരിയൽസാണ് നിങ്ങൾ ഉപയോഗിച്ചത് എന്നാണ് ഇതിന് മാർക്കിൻ്റെ അടിസ്ഥാനം കേട്ടോ. പുതിയ എന്ത് പ്രൊഡക്റ്റാണ്, ഇപ്പം നമ്മൾക്കറിയാം, ഒരു വീട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ബോക്സ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഭംഗിയല്ല ഈ റിസൾട്ടിൻ്റെ മാനദണ്ഡമാവുക. നിങ്ങൾ എത്രമാത്രം ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഓരോ മെറ്റീരിയലിലും, എത്ര മെറ്റീരിയൽ ഒന്നിൽ കയറിയിട്ടുണ്ട് എന്നതായിരിക്കും ഇതിൻ്റെ മാനദണ്ഡം. നിങ്ങൾ ഇതിൻ്റെ ഭംഗിക്കനുസരിച്ച് മാർക്കിടാൻ ഇത് സംസ്ഥാന കലോത്സവമല്ല. നിങ്ങൾ എത്ര മെറ്റീരിയൽ പരിചയപ്പെട്ടിട്ടുണ്ട്, എത്ര അവയർനെസ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനം, ഭംഗിയല്ല. മനസ്സിലായോ? എത്രമാത്രം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ചില റൗണ്ടുകൾ, ചില ഫിഗറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ഏതെല്ലാം മെറ്റീരിയൽസുകൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പം നിങ്ങളിത് ചെയ്തു സർ, എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് എന്താണെന്ന് വിചാരിച്ചാൽ വേറെ ഏതെങ്കിലും ദിവസം നമുക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ പ്രൊജക്റ്റ് എന്ന രൂപത്തിൽ നമ്മളൊരു ഡെവലപ്പ് ചെയ്തിട്ട് ഒരു വർക്കിംഗ് വർക്ക്ഷോപ്പ് നിങ്ങളുടെ കൂടെ ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ ഇന്ദ്രം തരുമോ? നമ്മളെല്ലാവരും കൂടി ഇതിപ്പോൾ 6 ടീമുണ്ട്, 6 ടീമായിട്ടല്ല, നമ്മളെല്ലാവരും ഒറ്റ ടീമായിട്ടിരിക്കും. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ആലോചിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. കൂടി ആലോചിച്ച ശേഷം നമ്മൾ അതിലേക്കുള്ള മെറ്റീരിയൽസുകൾ, അത് ഒരുപാട് എക്സ്പെൻസീവായ മെറ്റീരിയൽസ് അല്ല നമുക്ക് ഇതുമ്മേ കയറേണ്ടത്. നമ്മുടെ ചുറ്റുപാട് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ നമ്മളത് ചിന്തിക്കാം, എന്നിട്ട് അതിനെ ഡിസൈൻ ആക്കുക. അതിനുശേഷം നമ്മളെല്ലാവരും കൂട്ടായി ചേർന്നിട്ട്, എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പ്രൊജക്റ്റിലേക്ക് എത്തുക. അവിടെയാണ് ആ പ്രൊജക്റ്റിന് മാജിക്ക് കിടക്കുക, നമ്മളുടെ ഒരു പ്രൊജക്റ്റിന് മാജിക്ക് കിടക്കുക. അങ്ങനെ വേണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് വന്നു, ആ പ്രൊജക്റ്റിൽ 1, 2, 10, 25 ആളല്ല, ആയിരങ്ങൾ ആളുകൾ ചേർന്നിട്ടാണ് പ്രൊജക്റ്റ് ഉണ്ടാവുക. ഇപ്പം എനിക്കറിയാം, ഈ കുറച്ച് ദിവസം മുമ്പ്, കഴിഞ്ഞ വർഷം തോന്നുന്നു, മില്ലേ ദത്ത എന്നുള്ള പേരിൽ ഞാനിവിടെ സെൻറ്റ് ജോമസിലൊരു പ്രോഗ്രാം നടത്തി. മില്ലേ ദത്ത എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ വേർഡാണ്. മില്ലേ ദത്ത പറഞ്ഞാൽ 1000 വിരലുകൾ നടത്തും, 1000 വിരലുകൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇവിടുത്തെ ഹയർ സെക്കൻഡറി പഠിക്കുന്നൊരു 100 കുട്ടികളെ സെലക്ട് ചെയ്തു. 100 കുട്ടികൾക്ക് 1000 വിരലുണ്ടാവുമല്ലോ, സംശയമില്ല. ഭാഗ്യത്തിന് ഇരട്ട വിരലുള്ള കുട്ടികളൊക്കെ 1001 വിരലൊക്കെ ഉണ്ടാവും. അപ്പോൾ 1000 വിരലുകൾ ചേർന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ഒറ്റ ശില്പം ചെയ്തു. ആ ഒറ്റ ശില്പം ചെയ്യുമ്പോൾ വെറുതെ കളിമണ്ണല്ല ചെയ്തത്, ഒറ്റ ശില്പം വെറുതെ ചെയ്യല്ല ചെയ്തത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ 101 പേര് ഇരുന്ന് ചിന്തിച്ചു. എന്ത് ചെയ്യണം, എന്തായിരിക്കണം അതിൻ്റെ ആശയം, എങ്ങനെ ചെയ്യണം. ആ ആശയത്തിൽ നിന്ന് അതിൻ്റെ പാർട്ടായിട്ട് ഓരോ കുട്ടിയും ഇൻഡിവിജ്വലായിട്ട് ചെയ്തതിനെ കൂട്ടി വെച്ചിട്ട് ആ ഒരു ഒറ്റ ശില്പമൊക്കെ ചെയ്ത്. അതിൻ്റെ പേര് മില്ലേ ദത്ത എന്നായിരുന്നു. പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലത്തെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ടും ഏറ്റവും നിങ്ങൾ മനസ്സിലായോ ഞാൻ പറയുന്നത്? അതായത് കഴിവ് എന്നുള്ളത് ഇൻബോണാണ്, അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക, പെർ ഡേ പ്രാക്ടീസ് ചെയ്യുക എന്നാ പറയാം. ഇപ്പം ഞാൻ 6ാമത്തെ വർഷമാണ് OV വിജയം പുരസ്കാരം ചെയ്യുന്നത്, 6ാമത്തെ വർഷം. മനസ്സിലായോ? കഴിഞ്ഞ വർഷം സന്തോഷ് എച്ചിക്കാൻ അങ്ങനെയുള്ള KP രാമനുണ്ണി അവർക്കൊക്കെ ആയിരുന്നു. ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആർക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, ഒരു ഗ്രീഷ്മേനെ ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അത് സാംസ്കാരിക വകുപ്പ് കൊടുക്കുന്നതാണ്.
ഈ 6ാമത്തെ വർഷം ഞാൻ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും എനിക്കൊരു പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് തോന്നുക. നമ്മളതിൽ ഓരോ കഥാപാത്രത്തെ കുറിച്ച് അതെങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളുടെ ഉള്ളിലൊരു അവയർനെസ് ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ദിവസം പേരുടെ എല്ലാ ദിവസവും നിങ്ങളോട് എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റാണ് എല്ലാ ദിവസവും കുറച്ച് എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കണം. വായന മസ്റ്റാണ്. നിങ്ങൾ കോട്ടക്കുന്നിക്കാട് കയറുന്ന ഭാഗത്തുണ്ട് ബുക്ക് ഫാം എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടുണ്ടോ? സമീർ മെച്ചേരിയുടെ അവിടെ സമീർ മെച്ചേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. പാരിസ് സിറ്റി കഫേ എന്ന് പറയുന്ന ഒരു കൂൾ ബാർ അപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനെ ബുക്കുകളുള്ള ഒരു ബുക്ക് ഫാം ഉണ്ട്. നിങ്ങൾ വല്ലപ്പോഴൊക്കെ അവിടേക്ക് പോകുമ്പോൾ ആ ബുക്ക് ഫാമിൽ കയറിയിട്ട് അവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു പുസ്തകമൊക്കെ എടുത്ത് വായിച്ച് റെഫർ ചെയ്യണം. പുസ്തകങ്ങൾ നമുക്ക് വലിയ വിശാലമായ ലോകം തരും. നമ്മുടെ ആശയങ്ങളൊക്കെ നമുക്ക് ഇംപ്രിൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇനി എന്താ മാഷേ ചെയ്യേണ്ടത്? ഇതൊരു പ്രസംഗമായിട്ടൊന്നും നിങ്ങൾ കാണുന്നില്ല. നമ്മൾ സുഹൃത്തുക്കളെന്ന പോലെ കൂടിയിരുന്ന് സംസാരിക്കുന്ന പോലെ കണ്ടാൽ മതി. ഇങ്ങനെയല്ല ഞാൻ നിങ്ങളോട്, ഇതിപ്പോൾ ഒരു കുട്ടികളോട് ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലുള്ള സംസാരം പോലെ ആവരുത് എന്നായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ വിചാരിച്ചത്. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല. നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. നിങ്ങളെപ്പോലെ ഡിസൈനർ ആവണമെന്ന് വിചാരിച്ച് നടന്ന് ഈ മലപ്പുറത്തും കോട്ടക്കലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നൊരു മനുഷ്യൻ. മനസ്സിലായോ? പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിൻ്റെ പഠിച്ചിറങ്ങി കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് വന്ന് ഈ സ്പോട്ടിൽ നിങ്ങളെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ വിജയിച്ചു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ വിജയിച്ചു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് വൈനോട്ട് അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമാണത്. അതൊരു ഡ്രീം തന്നെയാണ്. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ തോന്നണം, വിജയിച്ചു എന്ന് തോന്നണം. അതിന് കഠിനാധ്വാനം നിർബന്ധമാണ്. ഞാനതാണെന്ന് പറഞ്ഞാണ് വെറുതെ ഇരിക്കുന്ന ആ സ്വഭാവം അല്ല പക്ഷേ അത് ശരിയല്ല. ഇപ്പം മാഷ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ടോ. അത് നിർബന്ധമായിട്ടും അടുത്തൊരു ക്ലാസ്സിൽ ഞാനത് പ്രത്യേകം പറയും. മാഷിനോട് പറയായിരുന്നു. അതെ അല്ലെ, ആ പറച്ചിലാണ് എനിക്കിഷ്ടമായത്. എന്താ പറഞ്ഞു തരുമോ? ഞങ്ങൾ ഈ ഔട്ട്ഡോറൊക്കെ ചെയ്യുമ്പോൾ, ഈ ഗാർഡനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യും. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ചെടിക്ക് ഇടേണ്ട വളമേക്കുറിച്ചും അതിൽ ഉപയോഗിക്കേണ്ട ചില രാസപദാർത്ഥങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത് കാലം ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന്. അത് ചെറിയ പറച്ചിലായിട്ട് കാണണ്ടങ്ങൾ എന്നൊന്നൊരു കാരണം. ദുബൈയിൽ ബുർജ് ഖലീഫിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ടീമിൽ ഞാനുണ്ട്. ഞങ്ങളുടെ ഹെഡായിരുന്നു ചാൾസിനെ ഞാൻ കാണുമ്പോൾ ഒക്കെ ഉണ്ടാവും ചാൾസ് സ്കബോൾഡിങ്ങിൻ്റെ മുകളിൽ. എനിക്ക് അയാളെ പെട്ടെന്ന് ഓർമ്മ വന്നത്. അയാളെപ്പോഴും ഉണ്ടാവും വർക്കേഴ്സിൻ്റെ കൂടെ. അയാളുടെ മാസ്റ്റർ ഹെഡാണ്. അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ തോന്നൂല. അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ പാഷനബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അത്ര ഹൃദയത്തിൽ നിന്നുള്ള വാക്കാണ് ഫ്രം ഹാർട്ട്. മനസ്സിലായോ? അത് നിങ്ങൾ ഓരോരുത്തരും ശീലിക്കേണ്ടതുമാണ്. ഇപ്പം എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയാം. ഈ ഫീൽഡിൽ ഇപ്പം നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞ ഉടനെ ഉപ്പാൻ്റെ സ്വിഫ്റ്റ് കാറ് വാങ്ങും, ഒരു പാൻറ്റ് വാങ്ങും, ഒരു ഷൂസ് വാങ്ങും. നിങ്ങൾ സൈറ്റിൽ പോയിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. ആ പാൻറ്റും ടീഷർട്ടും സ്വിഫ്റ്റ് കാറും മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അവർക്ക് സൈറ്റിനെ കുറിച്ച് അറിയില്ല, അവയർനെസ്സിനെ കുറിച്ചല്ല, മെറ്റീരിയൽസിനെ കുറിച്ച് അറിയില്ല. രണ്ടാമത്തെ കാര്യം കൂടെ പറയട്ടെ. ഇന്ത്യൻ ഡിസൈൻ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണിയും കൂടിയുണ്ട്. കഴിയുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ സിഗ്നേച്ചർക്ക് വരാൻ കഴിയുകയാണെങ്കിൽ വലിയ സിഗ്നേച്ചർ ഒതുക്കങ്ങൾ വന്നിട്ട് ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളിലാണ് ഒതുക്കങ്ങൾ വന്നിട്ട് മെറ്റീരിയൽസിനെ കുറിച്ച് നല്ല അവയർനെസ് ഉണ്ടാവണം. ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും ഓരോ ബ്രാൻഡിനെ കുറിച്ചും അവയർനെസ് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ ഡിസൈൻ ആണെങ്കിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ജിപ്സം ബോർഡുകൾ ഉപയോഗിക്കും, പ്ലൈവുഡ് ഉപയോഗിക്കും, വിനീർ ഉപയോഗിക്കും, മൈക്ക് ഉപയോഗിക്കും. പിന്നെ അതിൻ്റെയൊക്കെ അസസറീസുകളുണ്ട്, ഹിഞ്ചസുകൾ, ഓട്ടോറോസ് ഹിഞ്ചസുകൾ, ലോക്കുകൾ, ടവർ ബോൾട്ട്, അത്തരം സാധനങ്ങളൊക്കെ. അതിനെക്കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ടാവണം. അതിൽ ബ്രാൻഡ് അല്ലാത്തതും നമുക്ക് ലാഭം കിട്ടുന്നതും ലാഭം കിട്ടാത്തതും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എവിടെ എന്ത് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. ഇപ്പം നിങ്ങളുടെ കിച്ചൺ ജസ്റ്റ് ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ. ജസ്റ്റ് ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തു, ശരി ഇതാണ് കിച്ചൺ, ചുവപ്പ് പച്ച മഞ്ഞ കളറൊക്കെ അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ശരി നിങ്ങൾ തന്നെ ഉണ്ടായിക്കൊള്ളാൻ നിങ്ങൾ കുടുങ്ങൂലേ? അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും നല്ല അവയർനെസ്, അത് ഒരു പഠിത്തമായിട്ട് അല്ല, ഒരു തിരിച്ചറിവായിട്ട് എടുത്താൽ മതി. ഇത് പഠിക്കാനായിട്ട് തുണി കുപ്പായി മാറ്റാണ്ട് ഒരു നോട്ട് പുസ്തകമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട സാധനമല്ല.
ഇത് മൾട്ടിവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാട്ടോ. മൾട്ടിവുഡ് സാധനം ഇല്ല സത്യത്തിൽ. HDF എന്നാ പറയാം, ഹൈ ഡെൻസിറ്റി ഫൈബർ ഏതാണ്, WPC ഏതാണ്, മനസ്സിലായോ? ഇങ്ങനെ ഓരോ സാധനം പ്ലൈവുഡിൽ തന്നെ എല്ലാതും 716 അങ്ങനെ ഓരോ ഗ്രേഡുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. ഇവിടെ ഈ സാധനം വെച്ചാൽ ചതുര് പിടിക്കൂല, അവിടെ വെള്ളം തട്ടി ഞാൻ കേടയില്ല. ഇത്തരം സാധനങ്ങളെക്കുറിച്ച് നല്ല അവയർനെസ് ഉണ്ടാവണം. അതിനുപയോഗിക്കുന്ന ഗമ്മിനെ കുറിച്ച്. അപ്പം നിങ്ങളൊരു കാര്യം, ഒരു ദിവസങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സിഗ്നേച്ചർ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്. ഒതുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ വിളിച്ച് വരാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ ഞാൻ ഉണ്ടാവില്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് ഉണ്ടാവും. അവരോട് ചോദിച്ചാൽ മതി. അവരുടെ അടുത്ത് എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടാക്കി തരാൻ പറ്റും. കാരണം അവരുടെ അടുത്ത് എല്ലാ സാമ്പിൾ പീസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ അത് നേരെ ബാക്കിൽ തന്നെ എൻ്റെ ഒരു സ്റ്റുഡിയോ പോലെ ഒരു സ്ഥലമുണ്ട്, ഒരു വർക്കിംഗ് സ്റ്റുഡിയോ ഉണ്ട് എനിക്കവിടെ. അവിടെ നിന്നാണ് ഞങ്ങൾ ഇന്ത്യ ഡിസൈൻ്റെ ഒരു പാർട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. ഞങ്ങളൊരു ഫിറ്റ് ഔട്ട് ഡിവിഷനാണ്. അപ്പോൾ അതിനോട് എന്താണ് ഫിറ്റ് ഔട്ട് ഡിവിഷൻ മനസ്സിലാവുണ്ടോ? എല്ലാ ഇന്ത്യയിൽ ഡിസൈനേഴ്സ് കമ്പനി ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്ന ഒരാളെന്താ ചെയ്യാൻ വരും, ആ സൈറ്റിലേക്ക് ഒരു 50 ഷീറ്റ് ഇറക്കും, 50 പണിക്കാരിറക്കും, 10 ബംഗാളിനെയും കൊണ്ടുവരും. അങ്ങനെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഫിറ്റ് ഔട്ട് ഡിവിഷൻ ഞാൻ പഠിച്ചത് എവിടുന്നാന്ന് വരും, ഈ ബോയ്ഗസ് ഇൻ്റർനാഷണൽ എടുത്തതാണ്. അതിന് ചെറിയൊരു മിനിയേച്ചറാണ് ഞാൻ അവിടെ കാട്ടിക്കൂട്ടുന്നത്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ വന്നിട്ട് അതിൻ്റെ മൊത്തം മെഷർ നമ്മൾ എടുക്കും. മെഷർ എടുത്ത ശേഷം അത് പീസാക്കിയിട്ട് സൈറ്റിൽ ചെയ്യേണ്ട സൈറ്റിലും വർക്ക്ഷോപ്പിൽ ചെയ്യേണ്ട വർക്ക്ഷോപ്പിലും ചെയ്യും. വർക്ക്ഷോപ്പിൽ ആളറിയുന്നില്ല ഇത് എവിടെ ചെല്ലും, എന്താണിത് ആയിത്തീരാന്ന്. നമ്മൾ ഡ്രോയിങ്ങിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അയാൾ ഫ്രെയിം വർക്ക് ചെയ്ത് അവിടെ വെക്കും. ഇവിടെ വന്നിട്ട് അവരെല്ലാം കൂടി ഏച്ചു കൂട്ടി ചെയ്യാം. മനസ്സിലായോ? വെച്ച് അപ്പം നമ്മളത് അതിനാണ് ഫിറ്റ് ഔട്ട് ഡിവിഷൻ എന്ന് പറയാം. ഫിറ്റ് ഔട്ട് ഡിവിഷൻ, സിഗ്നേച്ചർ ഫിറ്റ് ഔട്ട് ഡിവിഷനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ച സാധനം നിങ്ങളുടെ ഡിസൈനിൻ്റെ ഒരു എൻഡായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, ഒരു എൻഡായിട്ടൊന്നും കണക്കാക്കണ്ട. ഇതിൻ്റെ കുറവുകളും പോരായ്മകളും കൂടി ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. കാരണം ഇത് ഒരു എക്സ്ട്രീമാണ്, ഞങ്ങളുടെ പാഷനാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചെയ്യാനുമില്ല. ഇത് ഞങ്ങളെ നെവർ എൻഡ് അങ്ങനത്തെ ഒരു സാധനമാണെന്നൊന്നും വിചാരിക്കണ്ട. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടി രസമായിട്ട് ഇരിക്കാം. സാർ ഇതിന് ഞാൻ അടുത്ത സെക്ഷനിൽ മാർക്ക് ഇടാമെന്നല്ലേ? മാർക്ക് ഇടുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ കസേരത്തിൽ ഇരിക്കുകയാണ് വേണ്ടത്. കാരണം വെച്ചാൽ ഇതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റും കൂടി നല്ലതാണ്. സ്വകാര്യമായിട്ട് മാർക്കിട്ട് പോകുന്ന നമ്മൾ സ്വകാര്യമായിട്ടൊരു മാർക്കിട്ട് പോകുന്ന ശൈലി അല്ലല്ലോ ഇത് നിങ്ങളുടെ എക്സാമും അല്ലല്ലോ. നിങ്ങളുടെ ഉള്ളിലൊരു ക്രിയേഷനെ ഇത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ കളക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇയാൾക്ക് 1ാം സ്ഥാനം ഇയാൾക്ക് 2ാം സ്ഥാനം അങ്ങനെയൊന്നുമില്ല. മനസ്സിലായോ? ഇത് ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ ഒരു 5 or 6 പ്രസൻറ്റേഷൻ ചെയ്തു. അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം പറയാണ്. നിങ്ങൾക്ക് പരസ്പരവും പറയാം, ഞങ്ങൾ ഇതാണ് ഉപയോഗിച്ചത്, നിങ്ങൾ എന്താണ് ഉപയോഗിച്ചത്, അങ്ങനെ അതും ആവും. അങ്ങനെയല്ല പക്ഷേ ഓക്കെ. നിങ്ങളോട് ഇത്ര സംസാരിച്ചപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ നോമ്പുകാരത് കേട്ടിരുന്നതിൽ ഒരുപാട് സ്നേഹം, നന്ദി.